ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ട്രെൻഡിങ് കേക്ക് ആയിട്ടുള്ള ഡ്രീം കേക്കിന്റെ ഒക്കെ ഒരു ഫ്ലേവറിലുള്ള ഒരു മെർമെയ്ഡ് തീം കേക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തീം കേക്ക് എങ്ങനെയാണ് നമുക്ക് ചിലവ് കുറഞ്ഞിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഫോണ്ടന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോണ്ടന്റ് ആ ഒരു വാല് ഉണ്ടല്ലോ, മീനിന്റെ വാല്, അത് മാത്രമേ ഫോണ്ടന്റിൽ ചെയ്യുന്നുള്ളൂ. ഫോണ്ടന്റ് ഇല്ലാതെ തന്നെ നമുക്ക് തീം കേക്കൊക്കെ വളരെ ചിലവ് കുറഞ്ഞിട്ട് തന്നെ ചെയ്യാം. ഫോണ്ടന്റ് ചേർക്കുമ്പോൾ ഫോണ്ടന്റിന് അത്യാവശ്യം വിലയുണ്ട്. പിന്നെ ഫോണ്ടന്റിലുള്ള തീമുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി വേണം. കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് തന്നെ ചെയ്താലുള്ള നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഫോണ്ടന്റ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യുന്ന കേക്കിനൊക്കെ റേറ്റ് കൂടുന്നത്. പിന്നെ കാർട്ടൂൺ തീമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫോണ്ടന്റ് ഉപയോഗിക്കാതെ തന്നെ അതിന് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും പറ്റും, ചിലവ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പം ഞാനിതാ ഇത് ബ്ലൂ കളറ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു സിലിക്കൻ്റെ മോൾഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാലുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മോൾഡിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് താഴെയായിട്ടൊന്ന് കോൺഫ്ലവർ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നാലുള്ള പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കും കൂടെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ കേക്കിൽ ഇങ്ങനെ കുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഫോണ്ടന്റിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ അല്ലെങ്കിൽ തലേ ദിവസമോ 2 ദിവസം മുമ്പൊക്കെ ചെയ്ത് വെക്കാവും നല്ലത് കേട്ടോ, പെട്ടെന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിത് ഈ ഒരു സമയത്ത് തന്നെയാണ് ചെയ്യുന്നത്. പുറത്തൊന്നും കൊടുക്കാനുള്ള കേക്ക് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് ഞാൻ 2 എണ്ണം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ശംഖ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ യൂണിക്കോണൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ അതിൻ്റെ കുഞ്ഞ് ടൈപ്പായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ആ ഒരു ശംഖിന്റെ വലുപ്പത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശംഖ് എന്തായാലും ഇത്ര വലുപ്പം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്നും കൂടെ നമ്മളെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുത്താൽ മതി. പിന്നെ ഞാൻ ചോക്ലേറ്റ് കേക്ക് ഞാൻ തലേ ദിവസം തന്നെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kg അളവിൽ നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു കേക്കിന്റെ അളവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 4 മുട്ടയും 1 കപ്പ് ഫ്ലോറും വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായത് കൊണ്ട് 4 ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പിലേക്ക് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടും ഇത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പ് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇത് കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ്. ഇനി കേക്കിൻ്റെ ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗണാഷ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഹെർഷീസിൻ്റെ പ്രീമിയം ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ്. ഇത് തന്നെ നമ്മൾ ടോർട്ട് കേക്കൊക്കെ 5 in 1 ടോർട്ട് കേക്ക് ചെയ്യുന്ന സമയത്ത് എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചോക്ലേറ്റിലേക്ക് ഞാൻ അല്പം വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാ കേക്ക് ബേസിലായിട്ട് അല്പം ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ആകുമ്പോൾ ഒരുപാട് വെറ്റ് ചെയ്യണ്ട കേട്ടോ, ഒരു പാകത്തിൽ വെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ലെയറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒരേ കനത്തിൽ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രീമിയം ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീമിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിൽ നട്ട്സ് വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്.
ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഗണാശയും സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 4 ലെയറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 ലെയറിലും നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഡ്രീം കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ 4 ലെയർ എന്താ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്ത് സെറ്റായി വന്നതിന് ശേഷം പിന്നെ അടുത്ത കോട്ടിങ് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് ഇതിൽ അത്യാവശ്യം തന്നെ ക്രംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ക്രംസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ല വൃത്തിയായിട്ടുള്ള അടുത്ത കോട്ടിങ് നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രം കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അതാ കേക്ക് ഇവിടെ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ക്രീമിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. കളർ ഞാനിവിടെ ഈ ഒരു ക്രീമിലേക്ക് ഒരു 2 ഡ്രോപ്പ് ഗ്രീൻ കളർ ജെൽ കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം ക്രീം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബ്ലൂ കളർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്രീന് വളരെ ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കളർ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്ലൂവും ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ കൊടുക്കുന്നത്. അതും വളരെ കുറച്ച് ഭാഗത്തേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് സെറ്റായിട്ടുള്ള കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ട് കേക്കിനെ നന്നായിട്ടൊന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഒരു കളറ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രീൻ ഇപ്പോൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി താഴ്ഭാഗത്തായിട്ട് കുറച്ച് ബ്ലൂ കളറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരേ ലൈനിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ബ്ലൂ കളർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് വലിച്ചിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 മീനിൻ്റെ 2 വാലാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഒന്നിൽ ഗോൾഡൻ കളർ ഇതുപോലെയുള്ള ഗോൾഡൻ കളർ ഡസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ബ്ലൂയിലും ഒന്ന് ഗോൾഡനിലും അങ്ങനെയാണ് കേട്ടോ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മളിതാ ഇതുപോലുള്ള എഡിബിൾ ആയിട്ടുള്ള ഷീറ്റിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഷുഗർ ഷീറ്റ് അല്ല കേട്ടോ. ഷുഗർ ഷീറ്റിൽ പ്രിന്റ് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ചാർജ് വരുന്നുണ്ട്. ഇതിന് അത്രയ്ക്ക് ചാർജ് വരുന്നില്ല. ഇത് വേഫർ ഷീറ്റാണ്. വേഫർ ഷീറ്റിൻ്റെ ആ ഒരു വലിപ്പത്തിലുള്ള വേഫർ ഷീറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ പ്രിന്റ് ചെയ്തിട്ട് തരും. പിന്നെ അത് ഷുഗർ ഷീറ്റ് പോലെയല്ല. ഷുഗർ ഷീറ്റ് ആകുമ്പോൾ നമുക്കത് പ്രിന്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് കേക്കിൽ വെക്കണം. ആ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസം ഒക്കെ മാത്രമേ ഉള്ളൂ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തൊന്നും ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്ന സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ഇതാണ് സൗകര്യം. അപ്പോൾ ഈ ഒരു പിക്ചർ മാത്രമായിട്ട് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ കേക്കിൽ വെക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ മേലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോണ്ടന്റിൻ്റെ ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഫോണ്ടന്റ് ഉണ്ടായതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതേപോലുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ചിലവ് കുറച്ചിട്ട് കേക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിൽ ടൂത്ത് പിക്കിൽ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചത് ബേക്കേഴ്സിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിന് ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത, ഈ പിക്ചറിൻ്റെ അത്രയും ഹൈറ്റ് ഇല്ലാത്തത് കാരണം ഇതിൻ്റെ അടിവശം 1 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കേക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫോണ്ടന്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം. ശംഖും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു വാലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഓരോ സ്റ്റോണ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് മോളുണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ അവിടെ ഇവിടേക്ക് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ പുല്ലും നമ്മൾ ഫോണ്ടന്റിൽ ഒന്നും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോണ്ടന്റ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ആ ഒരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് അങ്ങേ സൈഡിൽ വെറുതെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും എഡിബിൾ ഷീറ്റ് അല്ലേ, അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു പുല്ലിൻ്റെ മറ്റേ ഭാഗത്ത് വെച്ച് കൊടുത്തതുപോലെ തന്നെ പുല്ലിൻ്റെതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേരും നമ്മൾ ഫോണ്ടിൽ ആ ഒരു മോൾഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കേക്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ട്രെൻഡിങ് കേക്കിൻ്റെ ഫ്ലേവറിലുള്ള മെർമെയ്ഡ് തീം കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്